പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളമുണ്ടായതെന്നൊരു ഐതിഹ്യമുണ്ട്. അത് മിത്താണ്, ഐതിഹ്യമാണ്. എന്നാൽ കേരളം എങ്ങനെയാണ് രൂപപ്പെട്ടത്? കേരളത്തിലെ രാജാക്കന്മാർ മുമ്പ് കേരളമാകുന്നതിന് മുമ്പ് 1957 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളം എന്തായിരുന്നു? തിരുവിതാംകൂറും കൊച്ചിയും പിന്നെ തിരുക്കൊച്ചിയും മലബാറും ഒക്കെ അടങ്ങുന്ന ഒരു കേരളം ഉണ്ടായിരുന്നു. ആ കേരളത്തിൻ്റെ പല്ലവന്മാരും ചാലൂക്യന്മാരും ചോഴന്മാരും പാണ്ഡ്യനാടുകളും ഒക്കെ ഉണ്ടായിരുന്ന വലിയൊരു കേരളം ഉണ്ടായിരുന്നു. അതിന് പഴമയുമുണ്ട്, ഒരു പെരുമയുമുണ്ട്. എന്നാൽ ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടു കൂടി, സ്നേഹത്തോടു കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ ഒരു ഭൂമിശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള, അതേസമയം ഹിസ്റ്റോറിക്കൽ റിസർച്ചറുമായിട്ടുള്ള ഡോക്ടർ വി സനൽകുമാർ എഴുതിയിട്ടുള്ള അതിമനോഹരമായൊരു പുസ്തകമാണ് കേരളത്തിൻ്റെ ആദിമ ചരിത്രം. ഈ പുസ്തകത്തിൻ്റെ കവർ പേജാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഈ കവർ പേജ് പോലെ വളരെ മനോഹരമായൊരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിനകത്ത് ഡോക്ടർ വി സനൽകുമാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പാലക്കാടിൻ്റെ പ്രാചീന കാലം മുതൽ, അതായത് പാലക്കാടെന്ന് പറയുന്ന ഒരു പാലക്കാട് ഗ്യാപ്പുണ്ട്, നമുക്കറിയാം. പാലക്കാട് ചുരമുണ്ട്. ആ പാലക്കാട് ചുരത്തിനപ്പുറം പിന്നെ തമിഴ്നാടാണ്. പാലക്കാട് ചുരത്തിൻ്റെ ആ സ്ഥലം മുതൽ പാലക്കാടിൻ്റെ പ്രാചീന കാലം മുതൽ, വളരെ പഴയ കാലം മുതൽ ചരിത്ര കാലഘട്ടം വരെയുള്ള, ചരിത്രാതീത കാലഘട്ടം മുതൽ ചരിത്ര കാലഘട്ടം വരെയുള്ള പുരാവസ്തു കണ്ടെത്തലുകളുടെയും എന്തൊക്കെയാണ് അവിടുത്തെ പുരാവസ്തുക്കൾ, പ്രാചീന ചേരനാടിൻ്റെ ചരിത്ര ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും സാംസ്കാരിക ഇടങ്ങളുമൊക്കെ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്, ഒരു ജനത രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്നൊക്കെ വളരെ മനോഹരമായ രീതിയിൽ സനൽകുമാർ ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. പാലക്കാട് ചുരം ഉൾക്കൊള്ളുന്ന ചേരനാടിൻ്റെ ഹൃദയഭൂമിയിലേക്ക് പ്രാചീന തമിഴകത്തിൻ്റെ ചാലൂക്യ, പല്ലവ, ചോഴ, പാണ്ഡ്യ നാടുകളിലെ കുടിയേറ്റങ്ങളും ആക്രമണങ്ങളും, ഒരുപാട് ആക്രമണങ്ങൾ നടന്ന നാടാണ്. ഒരുപാട് പരിക്കേറ്റ നാടാണ് കേരളം എന്ന് പറയുന്നത്. വാസ്കോഡി ഗാമയൊക്കെ ഇവിടെയാണ് വന്ന്, കാപ്പാട് കടപ്പുറത്തൊക്കെ വന്നു. നമ്മളിതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അറബികൾ വന്നു, ടിപ്പു സുൽത്താൻ വന്നു, എത്ര പോറലുകൾ ഏറ്റിട്ടുള്ള, എത്ര മുറിവുകൾ ഏറ്റിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മൾ. അതിൻ്റെ കഥ, പാലക്കാടിൻ്റെ കഥയിൽ നിന്ന് പറയുകയാണ്. ഇന്നും സമസ്യയായിരിക്കുന്ന പല കാര്യങ്ങളും ചേരനാടിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളെയും കൊല്ലവർഷ ആരംഭത്തെയും കുറിച്ച് വെണ്ടകുണ്ട്രനാട് കേന്ദ്രീകരിച്ചുള്ള, പാലക്കാടിൻ്റെ പഴയ പേരാണ് വെൺകുണ്ട്രനാട് എന്നെ കേന്ദ്രീകരിച്ചുള്ള മനോഹരമായൊരു പുസ്തകമാണ്. പുത്തൻ ചരിത്ര ഭൂമിശാസ്ത്ര വിഷയങ്ങളിൽ എന്നിവ ഉൾക്കൊള്ളുന്ന രേഖാസഞ്ചയമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പറയുന്നതിന് മുമ്പായിട്ട് ഇത് എഴുതിയിരിക്കുന്ന ആളിനെ കുറിച്ച് രണ്ട് വാക്ക്. ഡോക്ടർ വി സനൽകുമാർ എന്ന് പറയുന്ന പാലക്കാട് കൊല്ലങ്കോട് നെന്മേനി കുണ്ടുവിള വീട്ടിൽ വേലായുധ മാസ്റ്ററുടെയും വേലമ്മയുടെയും മകനായി 1967 മെയ് 31 ജനിച്ചിട്ടുള്ള ശ്രീ ഡോക്ടർ വി സനൽകുമാറാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഗവൺമെൻറ് കോളേജിൽ നിന്ന് ഭൂമിശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം, പന്തളം NSS ട്രെയിനിങ് കോളേജിൽ നിന്ന് BEd, അതുപോലെ തന്നെ 91 മുതൽ ജോഗ്രഫി അധ്യാപകനാണ്. ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് ഹിമാചൽ പ്രദേശിൽ നിന്ന് MD എടുത്തിട്ടുണ്ട്. അലഹബാദ് ഷിയാത്ത് സർവകലാശാലയിൽ നിന്ന് MA പ്രാചീന ചരിത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജോഗ്രഫിക്കൽ സ്റ്റഡീസിന് പുറമെ ഹിസ്റ്റോറിക്കൽ റിസർച്ചർ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ബിരുദവും എടുത്തിട്ടുണ്ട്. PG ഡിപ്ലോമ മൈസൂർ സർവകലാശാലയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ നിന്ന് ഡോക്ടറേറ്റ് അവിടെ കേന്ദ്രീകരിച്ച് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജല്ല, പിന്നെ ജോഗ്രഫിക്കൽ അനാലിസിസ് ഓഫ് ഏൻഷ്യൻ്റ് വെങ്കനാട് കിങ്ഡം റീജിയൻ ഓഫ് പാലക്കാട് എന്ന വിഷയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയവും PhD വിഷയവും പാലക്കാടിനെ കുറിച്ച് തന്നെയാണ്. പാലക്കാടിനെ കുറിച്ച് PhD ചെയ്തിട്ടുണ്ട്. കിറ്റൂർ ഗവൺമെൻറ് കോളേജ് ജേണൽ ഓഫ് എഡിറ്ററാണ്. ചീഫ് സ്റ്റുഡൻറ്റ് എഡിറ്ററായിരുന്നു. കോളേജ് യൂണിയൻ ചെയർമാൻ, അങ്ങനെ വിവിധ പദവികൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്റ് തോമസ് മൗണ്ട് അബു ഹൈസ്കൂളിൽ മൗണ്ട് അബുവിൽ പഠിപ്പിച്ചിരുന്നു. യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാമ്പ്രയിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു. പിന്നെ കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രവർത്തിച്ചിരുന്നു. ജയ കേരളം ഹയർ സെക്കൻഡറി സ്കൂൾ പുല്ലുവഴിയിൽ, അങ്ങനെ നിരവധി സ്ഥാപനം. ഇനി അദ്ദേഹത്തിന് ധാരാളമായി അവാർഡുകൾ, മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പ്രണബ് മുഖർജി പിന്നെ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ടീച്ചർ റോൾ മോഡൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ബെസ്റ്റ് നാഷണൽ ജോഗ്രഫർ പുരസ്കാരം, ആൾ ചില്ലറക്കാരനല്ല, ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഗുരു നിത്യചൈതന്യതി പ്രതിഭാ പുരസ്കാരം, ഇന്ത്യൻ പ്രസിഡന്റ് സ്കൗട്ടേഴ്സ് പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഡോക്ടർ വി സനൽകുമാറാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ വെൺകുണ്ട്രനാടിൻ്റെ ചരിത്രയാനത്തെക്കുറിച്ച് മുൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ മുൻ ഡയറക്ടറായിട്ടുള്ള KK മുഹമ്മദാണ് ഇതിനകത്ത് ആമുഖം എഴുതിയിരിക്കുന്നത്. അത് തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ രസകരമായ രീതിയിൽ പാലക്കാട് ജില്ലയുടെ ചരിത്രം, ഈ KK മുഹമ്മദിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അയോധ്യ ഉൾപ്പെടെയുള്ള, രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ഉത്ഖനനം നടത്തുന്നതിലൊക്കെ ടീം അംഗമായിരുന്ന KK മുഹമ്മദാണ്. അദ്ദേഹം
മുസൽമാനാണെങ്കിലും വളരെ വലിയ തോതിൽ രാമക്ഷേത്രത്തിനൊക്കെ വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ തരത്തിൽ അദ്ദേഹം വിവാദ പുരുഷനുമായിട്ടുണ്ട്. പക്ഷേ വലിയൊരു ചരിത്ര ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന വളരെ പ്രമുഖനായ ഒരു ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റുമാണ്. ഈ പാലക്കാട് ജില്ലയുടെ ചരിത്രത്തെക്കുറിച്ച്, ഭൂമിശാസ്ത്രത്തിൻ്റെ പാലക്കാട് ജില്ലയുടെ ഭൂമിശാസ്ത്രം എന്താണ്, അതിൻ്റെ പാലക്കാടിൻ്റെ ഭൂമിശാസ്ത്ര പശ്ചാത്തലം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. പാലക്കാട് ജില്ലയിലെ പുരാവസ്തു കണ്ടെത്തലുകളെക്കുറിച്ചും വളരെ കാര്യമായി ഡോക്ടർ സനൽകുമാർ ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രാചീന മധ്യ ശിലായുഗങ്ങളിൽ എങ്ങനെയായിരുന്നു പാലക്കാട്, നവീന ശിലായുഗത്തിലെ സംസ്കാരം എന്താണ്, കൽസ്തൂപങ്ങളുടെയും ശിലാമൊഴികളുടെയും അതുപോലെ തന്നെ ശിലാചിത്രങ്ങളുടെയും ഒക്കെ ദ്രാവിഡ ആരാധനാ സമ്പ്രദായങ്ങൾ എന്തൊക്കെയായിരുന്നു. അപ്പോൾ വളരെ മനോഹരമാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ. ഒരു ചരിത്രം, ഒരു സമൂഹം വളരുന്നതും ഉയരുന്നതും സംസ്കാരത്തിലേക്ക് പോകുന്നതുമൊക്കെ നമ്മളുടെ നിലപാട് തറകളിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൻ്റെ തട്ടുകളിൽ നിന്നുള്ള മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം മാനവരാശി മനുഷ്യനിൽ നിന്ന് കേവല മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരായി, മനുഷ്യരിൽ നിന്ന് മാനവരാകുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആര്യ ദ്രാവിഡ ചരിത്രത്തിൽ ദ്രാവിഡന്മാരുടെ ചരിത്രം എന്തായിരുന്നു, അതുപോലെ ഭൂമിശാസ്ത്ര വിശകലനങ്ങൾ, പൊറൈനാടിൻ്റെ ചരിത്ര പശ്ചാത്തലം, ചേരളർ വന്ന കാര്യങ്ങൾ, അവരുടെ പശ്ചാത്തലം, പാലക്കാടും വഞ്ചിയുമായുള്ള കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി നല്ല രസകരമാണ്. ഒരു നോവൽ വായിക്കുന്നത് പോലെ ഈ പുസ്തകം വായിച്ചു പോകാം. 7 അധ്യായങ്ങളുള്ളതാണ് ഈ പുസ്തകം. വെൺകുണ്ട്രനാട് രാജവംശത്തെക്കുറിച്ചാണ് 7ാം അധ്യായത്തിൽ പറയുന്നത്. ആക്രമണങ്ങൾ ഇനി നല്ല രസകരമായ, നമുക്കിപ്പോൾ തോന്നുമ്പോൾ കൗതുകമായിരിക്കും. ഒരു പഴയ കേരളമുണ്ട്. പുല്ല് തിന്ന് ജീവിച്ച, പഴങ്ങൾ മാത്രം കഴിച്ച് ജീവിച്ച, കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് ജീവിച്ച, പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒരു കേരളമുണ്ട്. അതിനു മുമ്പുള്ളൊരു മറ്റൊരു കേരളമുണ്ട്. ആയിത്തത്തിൻ്റെയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുടെ ഒരു കേരളമുണ്ട്. അതിനു മുന്നും ഒരു കേരളമുണ്ട്. എന്നും ആക്രമണമാണ്. രാജാക്കന്മാരുടെ കാലഘട്ടത്ത് എന്നും ആക്രമണം വരുന്ന തമിഴന്മാരുടെ ആക്രമണം, പിന്നെ പാണ്ഡ്യന്മാരുടെ ആക്രമണം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അവരുടെ രാജാക്കന്മാരുടെ ആക്രമണം, വിദേശികളുടെ ആക്രമണം, അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ആക്രമണം, അങ്ങനെ ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുള്ളൊരു മണ്ണാണ്, ഒരു പ്രദേശമാണ് കേരളവും പാലക്കാടുമൊക്കെ. അപ്പോൾ അതിൻ്റെ വിഷയങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹം പിന്നെ 6ാമത്തെ അധ്യായത്തിൽ ആക്രമണങ്ങൾ എന്നൊരു ടൈറ്റിൽ വെച്ചുകൊണ്ട് തന്നെ സനൽകുമാർ വരച്ചു കാട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടിയേറ്റങ്ങൾ ധാരാളമായി തമിഴ് കുടിയേറ്റം ധാരാളമായി നടന്നിട്ടുള്ള പ്രദേശമാണ് പാലക്കാട്. ഇപ്പോഴും തമിഴ്നാട്ടുകാരുടെ വലിയ സ്വാധീനം പാലക്കാടുണ്ട്. പ്രാചീന ചേരനാട്ടിലേക്കുള്ള കുടിയേറ്റ ചരിത്രം, അതിൻ്റെ പശ്ചാത്തലം, വെങ്കി കാഞ്ചി കുടിയേറ്റം, രാഷ്ട്രീയ അസ്ഥിരത വന്ന കാര്യങ്ങൾ, അതുപോലെ സാമൂഹ്യ സാംസ്കാരിക മാറ്റങ്ങൾ, ബ്രാഹ്മണാധിവാസം വന്ന ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണാധിവാസം, ഇപ്പോഴും വലിയൊരു ഭാഗം ബ്രാഹ്മണർ തെരുവുകൾ തന്നെ പാലക്കാട് ഉണ്ട്. ആ ബ്രാഹ്മണരുടെ ഒരു അധിനിവേശം അല്ലെങ്കിൽ അധിവാസം വന്നത് അങ്ങനെ തുടങ്ങി. പിന്നെ ക്ഷേത്ര നിർമ്മാണം, കൊല്ലം അഴുന്താണ്ടും രാജവംശത്തിൻ്റെ കഥകൾ, മാമാങ്കവും ചേരകാല ബന്ധവും തുടങ്ങി വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ പുസ്തകത്തിൽ ആവശ്യമായ ചിത്രങ്ങളും പ്രാചീനമായ ചിത്രങ്ങളും ധാരാളം പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജിയോ ഹെറിറ്റേജ് ആർക്കിയോളജിക്കൽ റിസർച്ച് സെൻറ്റർ, നെന്മേനി, കൊല്ലങ്കോട്, പാലക്കാടാണ്. അതിൻ്റെ ഡയറക്ടർ കൂടിയാണ് ഈ ഡോക്ടർ വി സനൽകുമാർ. അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഇതിനകത്ത് അവസാനം കൊടുക്കുന്നുണ്ട്. ഈ പുസ്തകം കേരളത്തിലെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ ഭൂമിശാസ്ത്രക്കാരും. അതുകൊണ്ട് തന്നെ എല്ലാ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റുകളിലും, ഹിസ്റ്ററി പഠിക്കുന്ന സ്കൂളുകളിലും ഈ പുസ്തകം വാങ്ങാൻ ഞാൻ ശുപാർശ ചെയ്യുകയാണ്. അതുപോലെ ഒരു ജോഗ്രഫറും കൂടിയായിട്ടുള്ള, ബേസിക്കലി അടിസ്ഥാനപരമായ ഒരു ജോഗ്രഫറും പിന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ചറുമായിട്ടുള്ള ഡോക്ടർ വി സനൽകുമാറിൻ്റെ പുസ്തകം എല്ലാ ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റുകളിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഈ പുസ്തകം വാങ്ങി കുട്ടികൾക്ക് വായിക്കാൻ റെഫറൻസിന് കൊടുക്കേണ്ടതാണ്. മനോഹരമായ പുസ്തകമാണ്. ഇത് ലഭിക്കുന്നത് ഞാൻ പറഞ്ഞു ഡോക്ടർ വി സനൽകുമാറിൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ലഭിക്കുന്നതാണ്. എന്തായാലും മനോഹരമായ രീതിയിൽ ഇത്തരം പുസ്തകങ്ങൾ എഴുതുന്ന ഡോക്ടർ വി സനൽകുമാറിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങിക്കുക, വായിക്കുക, നിങ്ങൾ എഴുതുക, പ്രചരിപ്പിക്കുക. ആ നിലയിൽ അക്കാഡമിക് ലോകത്ത് നിന്ന് വരുന്ന ഇത്തരം പുസ്തകങ്ങളെ മനോഹരമായ മലയാള ഭാഷയിലാണ്, ലളിതമായ ഭാഷയാണ്, കെട്ടിലും മട്ടിലും എല്ലാം കൊണ്ടും നല്ല പുസ്തകമാണ്. 672 പേജുള്ള മനോഹരമായി ഈ പുസ്തകം എഴുതിയ ഡോക്ടർ വി സനൽകുമാറിന് എല്ലാ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു.